ഹലോ ഡിയേഴ്സ്, മാത്സ് സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പേജ് നമ്പർ 46 എക്സസൈസ് ക്വസ്റ്റ്യൻസ് 1ഉം 2ഉം ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓൺലൈൻ ട്യൂഷന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. നോക്കിക്കേ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. A triangle is drawn joining the numbers 1, 4 and 8 on a clock face. First question, calculate the angles of this triangle. Second question, how many equilateral triangles can we make by joining the numbers on a clock face? ഒരു ക്ലോക്കിലെ 1, 4, 8 എന്നീ സംഖ്യകൾ യോജിപ്പിച്ച് ഒരു ത്രികോണം വരയ്ക്കുന്നു. ഈ ത്രികോണത്തിലെ കോണുകൾ കണക്കാക്കുക. ഈ ക്ലോക്കിലെ സംഖ്യകൾ യോജിപ്പിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാം? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമുക്കിവിടെ ഒരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ക്ലോക്കിൽ 1 മണി അല്ലേ, 1ഉം 4ഉം 8ഉമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ ആംഗിളും ഈ 8ൽ വരുന്ന ആംഗിളും ഈ ആംഗിളും എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതിന് മുന്നേ കുറച്ച് ബേസിക്സ് അറിയണം. നോക്കിക്കേ, ഇതൊരു ക്ലോക്കാണല്ലോ. അപ്പോൾ നമുക്കറിയാം, ക്ലോക്ക് എന്ന് പറയുമ്പോൾ ഇതൊരു സർക്കുലർ ക്ലോക്കാണ് ആണല്ലോ. അപ്പോഴത്തേക്കും നമുക്കറിയാം ഒരു ടോട്ടൽ ആംഗിൾ ഇൻ എ സർക്കിൾ എന്ന് പറയുന്നത് എത്രയാണ്? 360 അല്ലേ? ആണല്ലോ. ഇതിനെ എത്ര ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ സർക്കിളിനെ? ഒരു ക്ലോക്ക് നമ്മൾ കണക്കാക്കുമ്പോൾ ഈ ഒരു ക്ലോക്കിനെ 12 ഡിവിഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലേ. 1, 2, 3, 4 അങ്ങനെ എത്ര ഡിവിഷൻസ് ഉണ്ട്? 12 ഡിവിഷൻസ് ഉണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഡിവിഷൻ എന്ന് പറയുമ്പോൾ എത്ര ആംഗിൾ ആയിരിക്കും? 360 ഡിവൈഡഡ് ബൈ 12. അതായത് 360/12 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 12s are 12, 3 12s are 36, ദെൻ 0 ഉള്ളതുകൊണ്ട് 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടി? 30 ഡിഗ്രി. ഓക്കെ, അപ്പം 360നെ 12 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 30 ഡിഗ്രിയാണ്. അതിനർത്ഥം എന്താ? ഒരു ഡിവിഷൻ എന്ന് പറയുമ്പോൾ ഒരു 5 മിനിറ്റാണ് ഒരു ഡിവിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ 12യും 1ൻ്റെയും ഇടയിൽ ഉള്ളതാണ് ഒരു ഡിവിഷൻ എന്ന് പറയുന്നത്. 1ഉം 2നും ഇടയിലുള്ളത് ഒരു ഡിവിഷനാണ്. മനസ്സിലായോ? ഇനി 1ൻ്റെയും 2ൻ്റെയും ഇടയിൽ ഒരു ഡിവിഷനുണ്ട്, 2, 3ക്ക് ഇടയിൽ ഒരു ഡിവിഷനുണ്ട്, 3, 4 ഒരു ഡിവിഷനുണ്ട്, 4, 5 ഒരു ഡിവിഷൻ, 6ഉം 5ഉം 6നും ഇടയ്ക്ക്, 7 6നും ഇടയ്ക്ക്, 8ഉം 7നും ഇടയ്ക്ക്, 9ഉം 8ൻ്റെയും ഇടയ്ക്ക്, 10ൻ്റെയും 9ൻ്റെയും ഇടയ്ക്ക്, 11ൻ്റെയും 10ൻ്റെയും ഇടയ്ക്ക്, 12ൻ്റെ 11ൻ്റെ ഇടയ്ക്ക്. ഇങ്ങനെ ടോട്ടൽ എത്ര ഡിവിഷൻസ് ഉണ്ട് നോക്കിക്കേ. ഓരോ 5 മിനിറ്റും ഒരു ഡിവിഷനാണ്. മനസ്സിലായോ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഡിവിഷനാണ് ഉള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു ഡിവിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും 2 നമ്പേഴ്സ്, അതായത് ഈ 12ൻ്റെയും 1ൻ്റെയും ഇടയിൽ ഒരു 5 മിനിറ്റ് അല്ലേ. 12ൻ്റെയും 1ൻ്റെയും ഇടയിൽ എത്ര മിനിറ്റ്സ് ഉണ്ട്? 5 മിനിറ്റിൻ്റെ വ്യത്യാസമാണ്. 1ൻ്റെയും 2ൻ്റെയും ഇടയിൽ വീണ്ടും ഒരു 5 മിനിറ്റാണ് വരുന്നത്. അങ്ങനെ മൊത്തം എത്ര മിനിറ്റ്സ് വരും? 12 × 5 60 മിനിറ്റ് വരും. ഓക്കെ, അപ്പോൾ നോക്കിക്കുക, ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി നമുക്ക് കിട്ടി? 30 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആണല്ലോ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ദിസ് ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾസുകൾ കണക്കാക്കുക എന്നതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യാം. അപ്പോൾ ഈ ട്രയാങ്കിളിലെ ആംഗിൾസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ആംഗിള്, ഈ ഒരു ആംഗിള്, ഈ ഒരു ആംഗിള് ആണല്ലോ. ഇതൊരു സർക്കിളല്ലേ, ഇതിനെ ഞാൻ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് സർക്കിളിലോട്ട് മുട്ടിച്ച് ഈ 4നെ ഇങ്ങോട്ടേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഈ സർക്കിളിൽ മുട്ടിക്കാം. ഇതുപോലെ തന്നെ ഇത് ഇങ്ങോട്ട് സർക്കിളിൽ മുട്ടിക്കാം. അപ്പോൾ ആംഗിളൊന്നും മാറത്തില്ല, അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. സോ നമുക്കിങ്ങനെ ജസ്റ്റ് വെറുതെ ഒന്ന് മുട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള ആംഗിൾസിൻ്റെ പ്രോപ്പർട്ടീസ്, നമ്മൾ കഴിഞ്ഞ ദിവസം സർക്കിളും അതിൻ്റെ ആംഗിൾസിൻ്റെയും പ്രോപ്പർട്ടീസ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പഠിക്കുന്നുണ്ട്. സെൻട്രൽ ആംഗിളും ആർക്കും, അതുപോലെ തന്നെ ആ ആർക്ക് സർക്കിളിൻ്റെ ഒരു പോയിന്റിൽ മേക്ക് ചെയ്യുന്ന ആംഗിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കുറേ നാളുകൊണ്ട് നമ്മൾ പഠിക്കുകയാണ് അല്ലേ. അപ്പോൾ നോക്കിക്കേ,
ഇവിടെ നോക്കിക്കേ, നമുക്ക് വേണ്ടത് ഈ ട്രയാങ്കിൾസിലെ ആംഗിൾസ് ആണ് നമുക്ക് വേണ്ടത് അല്ലേ. ഇവിടെ ഇപ്പം നോക്കിക്കേ, 1 കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് 4ലാണ് കിടക്കുന്നത്. 1ൻ്റെയും 4ൻ്റെയും ഇടയിൽ എത്ര ഡിവിഷൻസ് ഉണ്ട്, എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, ഈക്വൽ ഡിസ്റ്റൻസ് ഉണ്ട്? 3 എണ്ണം അല്ലേ. അതായത് 1 നിന്ന് 2, ദെൻ 2 നിന്ന് 3, പിന്നെ 3 നിന്ന് 4. എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, ഈക്വൽ ഡിസ്റ്റൻസ് ഉണ്ട്? 3 ഈക്വൽ ഡിസ്റ്റൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്കിവിടെ എഴുതാം, since there are 3 equal distances between 1 and 4 on the picture. ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 1ൻ്റെയും 4ൻ്റെയും ഇടയ്ക്കാണ് കേട്ടോ. on the picture the angle formed when joining the numbers. ഏതൊക്കെ നമ്പേഴ്സ് ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ആംഗിളാണ്? നമ്പേഴ്സ് 1ഉം 4ഉം. 1 and 4 to the center equal to എത്ര ഡിവിഷൻ ഉണ്ട്, എത്രയാ ഈക്വൽ ഡിസ്റ്റൻസ്? 3 ഈക്വൽ ഡിസ്റ്റൻസ് ആണ് അവിടെ ഉള്ളത് അല്ലേ. ആണല്ലോ. അപ്പോൾ ഈ 1ഉം ഞാൻ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് സെൻറ്ററിലോട്ട് വരയ്ക്കുവാണേ. അടുത്ത 4ൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് സെൻറ്ററിലോട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ആംഗിളാണ് നമുക്ക് അറിയേണ്ടത്. ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും നമുക്കറിയാം. 3 ഈക്വൽ ഡിവിഷൻസ് ഇവിടെ ഉണ്ട്. ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആകുമ്പോൾ 3 ഡിവിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എത്രയായിരിക്കും ആംഗിൾ വരിക? 30 × 3 × 30 ഡിഗ്രി, അതായത് 90 ഡിഗ്രി. അപ്പോൾ എത്രയാണ്? 90 ഡിഗ്രി ആണല്ലോ. മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നോക്കിക്കേ, അപ്പോൾ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര എന്ന് പറഞ്ഞിട്ട് കിട്ടി? ഇത് 90 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയത്. ഇത് 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഈ സെൻട്രൽ ആംഗിളാണ് 90 ഡിഗ്രി. അപ്പോൾ ഇത് സെൻട്രൽ ആംഗിൾ 90 ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ ഈ 8 എന്ന് പറയുന്ന ഈ ഒരു നമ്മുടെ ക്ലോക്കിൻ്റെ 8 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിൽ നമ്മുടെ സർക്കിളിൻ്റെ ഈ 8 എന്ന് പറയുന്ന പോയിന്റിൽ മേക്ക് ചെയ്ത ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ 90ൻ്റെ പകുതിയായിരിക്കും. എന്തുകൊണ്ടാണ്? നമുക്കിവിടെ ഒരു ആർക്ക് കിടപ്പുണ്ട് കണ്ടോ. 1ൻ്റെയും 4ൻ്റെയും ഇടയിലായിട്ട് നമുക്കൊരു ആർക്കുണ്ട്. ആ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് 90 ഡിഗ്രി. അപ്പോൾ ഇത് 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അതേ ആർക്ക് സർക്കിളിൻ്റെ ഒരു പോയിന്റിൽ മേക്ക് ചെയ്ത ആംഗിളാണ് 8ൽ കാണിച്ചേക്കുന്നത്. അത് എത്രയായിരിക്കും? 90ൻ്റെ പകുതി, അതായത് 45 ഡിഗ്രി ആയിരിക്കും. എത്രയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്കത് എഴുതാം. So the angle formed at the number 8 അല്ലേ. 8 is equal to എത്രയാ? 90 divided by 2. 90യുടെ പകുതി എത്രയാ? 45 ഡിഗ്രി. നമുക്ക് എത്ര കിട്ടി? 45 ഡിഗ്രി. അപ്പോൾ നമ്മുടെ ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി ആംഗിൾസ് നമ്മൾ ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ 1ഉം 4ൻ്റെയും ഇടയിലുള്ള സെൻട്രൽ ആംഗിളാണ് കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി അടുത്ത് 4ഉം 8ൻ്റെയും ഇടയിൽ ഉള്ള സെൻട്രൽ ആംഗിൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ആ പിക്ചർ ഒന്നുകൂടെ എടുക്കുവാണേ. പിക്ചർ എടുത്തിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ശ്രദ്ധിച്ചോ നിങ്ങൾ. ഇനി അടുത്ത് നമുക്ക് ഏതാണ് വേണ്ടത്? ഓക്കെ, ഇനി 4ൻ്റെയും 8ൻ്റെയും ഇവിടെ മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇത് 8 ആണ്, ഇത് 4 ആണ്. അപ്പോൾ 4ൻ്റെയും 8ൻ്റെയും ഇടയിൽ 8ഉമായിട്ട് കണക്ട് ചെയ്തിട്ട് ഞാനിവിടെ സെൻട്രൽ ആംഗിൾ മാർക്ക് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ 4ൻ്റെയും 8ൻ്റെയും ഇടയിലായിട്ട് എത്ര ഈക്വൽ ഡിവിഷൻസ് ഉണ്ട്? 4 ഈക്വൽ ഡിവിഷൻസ് ഉണ്ട്. 4ഉം 5ഉം അവിടെ ഒരു ഈക്വൽ ഡിവിഷൻ ഉണ്ട്. ഇവിടെ ഇവിടെ അങ്ങനെ എത്ര ഡിവിഷൻസ് ഉണ്ട്? 1 2 3 4. ഒരു ഡിവിഷൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അപ്പോൾ 4 ഡിവിഷൻസ് വരുമ്പോൾ 4 × 30 ദാറ്റ് ഈസ് 120. അത് നമുക്കൊന്ന് എഴുതാം. Since
there are four equal distances between 4 and 8. 4ന്റെയും 8ന്റെയും ഇടയിൽ 4 equal distances ഉണ്ട്. On the picture, the angle formed when joining the numbers 4 and 8 in the സെൻറ്ററിൽ മേക്ക് ചെയ്യുന്ന ആ ഒരു സെൻട്രൽ ആംഗിൾ. ഓക്കെ, എന്ന് പറയുന്നത് എത്രയാണ്? 4 ഡിവിഷൻ എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു ഒരു ഡിവിഷൻ്റെ ആംഗിൾ 30 ഡിഗ്രി. അപ്പോൾ 4 × 3 12, 4 × 30 ആകുമ്പോൾ 120 ഡിഗ്രി. എത്ര കിട്ടി? 120 ഡിഗ്രി ആണല്ലോ. അപ്പോൾ നോക്കിക്കേ നിങ്ങൾ, ഇവിടെ 120 ഡിഗ്രി, ഇത് 120 ഡിഗ്രി ആണല്ലേ. ഏതാണ് നമ്മുടെ ആർക്ക്? നമ്മുടെ ആർക്ക് ദേ ഇങ്ങനെയാണ് കിടക്കുന്നത് ആണല്ലോ. ഈ ആർക്ക് ദേ സർക്കിളിൻ്റെ ഈ ഒരു പോയിന്റിൽ ഞാൻ ഇതും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരും. 1 ആണ് ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ 120യുടെ പകുതി, അതായത് 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ട്രയാങ്കിളിൻ്റെ രണ്ടാമത്തെ ആംഗിളും കിട്ടി. എത്രയാണ്? 60 ഡിഗ്രി. ഓക്കെ, സോ നമുക്ക് എഴുതാം. അതൊന്ന് എഴുതി കഴിയുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. നോക്കിക്കേ, സോ ദ ആംഗിൾ formed at the number 1 which is equal to എത്രയാണ്? ഈ 120യുടെ പകുതി. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 60 ഡിഗ്രി കിട്ടിയില്ലേ? ഓക്കെ, ഇനി കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്കിനി ഒരു ആംഗിൾ കൂടെ ഉണ്ട് അല്ലേ. ഈ ഒരു ആംഗിൾ നമുക്ക് എത്രയാണെന്ന് അറിയത്തില്ല. 4ലുള്ള ആ ഒരു ആംഗിൾ, ട്രയാങ്കിൾ 4ൽ മുട്ടുമ്പോഴത്തേക്കുള്ള ഒരു ആംഗിൾ എത്രയാണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അതുകൂടെ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് പിക്ചർ എടുക്കാം. ഓക്കെ, അപ്പം നോക്കിക്കേ, ഇനി നോക്കിക്കേ, 8നും 1നും ഇടയിൽ ഉള്ള ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് 8, ഇത് 1 ആണല്ലോ. എത്ര ഡിവിഷൻസ് ഉണ്ട്? ഇത് 1, 2, 3, 4, 5 ആണല്ലോ. സോ 5 ഈക്വൽ ഡിവിഷൻസ് ഉണ്ടാകുമ്പോൾ എത്ര ആംഗിൾ ആയിരിക്കും അവിടെ വരിക? 30 × 5 150 ഡിഗ്രി ആയിരിക്കും. നമുക്ക് എഴുതാം അത്. Since there are 5 equal distances between 8 and 1. 8ൻ്റെ 1ൻ്റെ ഇടയിൽ എത്ര ഈക്വൽ ഡിവിഷൻസ് ഉണ്ട്? 5 ഈക്വൽ ഡിവിഷൻസ് ഉണ്ടല്ലേ. 1 on the picture the angle formed എപ്പോഴാണ് ആംഗിൾ ഫോം ചെയ്യുന്നത്? when joining. ഈ 8ഉം ഒന്നുകൂടെ കാണിച്ചു തരാം നമുക്കത്. 8ഉം 1ഉം സെൻറ്ററിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ആ ഒരു ഈ ഒരു സെൻട്രൽ ആംഗിൾ ആണ് കേട്ടോ. when joining the numbers 8 and 1 to the center. എത്ര ഡിവിഷൻ ഉണ്ട്? 5 ഈക്വൽ ഡിവിഷൻസ് ഉണ്ടല്ലേ, അല്ലെങ്കിൽ 5 ഈക്വൽ ഡിസ്റ്റൻസസ് ഉണ്ട്. ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. 5 ഈക്വൽ ഡിസ്റ്റൻസ് വരുമ്പോഴത്തേക്കും 30 × 5 എത്ര വരും? 150 ഡിഗ്രി. അപ്പോൾ ഇത് 150 ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ നോക്കിക്കേ, നമ്മുടെ ആർക്ക് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ആർക്ക്. ഈ ആർക്ക് സെൻട്രലിൽ മേക്ക് ചെയ്ത ആംഗിളാണ് ഇത് കിടക്കുന്ന ഈ ഒരു എത്ര നമുക്ക് കിട്ടിയത്? 120 ഡിഗ്രി. ഇപ്പോൾ ഇത് 120 അല്ലല്ലോ, 150 അല്ലേ.
150 ഡിഗ്രി. എത്രയാ? 150 ഡിഗ്രി. അപ്പോൾ ഇത് 150 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇതേ ആർക്ക് സർക്കിളിൻ്റെ പോയിന്റിൽ മേക്ക് ചെയ്ത ആംഗിൾ, ഞാൻ ഈ 4 ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണേ, മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 150യുടെ പകുതി, അതായത് 75 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ 3 ആംഗിൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ട്രയാങ്കിളിൻ്റെ. ഓക്കെ, സോ the angle formed at the number 4 equal to എത്രയാ? 150ൻ്റെ പകുതി, അതായത് 75 ഡിഗ്രി. എത്രയാ? 75 ഡിഗ്രി. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് 3 ആംഗിൾസും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ? ക്ലോക്കിലെ സംഖ്യകൾ യോജിപ്പിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാം? ഹൗ മെനി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ക്യാൻ വി മേക്ക് ബൈ ജോയിനിങ് ദ നമ്പേഴ്സ് ഓൺ എ ക്ലോക്ക് ഫേസ്? ഒരു ക്ലോക്കിൻ്റെ ഫേസിൽ ജോയിൻ ചെയ്തിട്ട് നമുക്ക് എത്ര ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ഉണ്ടാക്കാം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്കത് നോക്കാം. ഇതൊരു ക്ലോക്കല്ലേ, അപ്പോൾ ഈ ഒരു ക്ലോക്കിൻ്റെ ഏതൊക്കെ നമ്പേഴ്സുകൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് കിട്ടുന്നു, എത്ര ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് നമുക്ക് അങ്ങനെ മേക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും 3 വശങ്ങളും തുല്യമായിരിക്കും അല്ലേ? 3 വശങ്ങളും തുല്യമായിരിക്കും. അതുമല്ല, ഓരോ ആംഗിളും എന്ന് പറയുന്നത് 60 ഡിഗ്രിയും ആയിരിക്കും. ഇത് 60 ഡിഗ്രി, ഇതും 60 ഡിഗ്രി ആണല്ലോ. 60 ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ ഇത് സെൻട്രൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും? സപ്പോസ് ഇത് ഈ ഒരു സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ആക്ച്വലി എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും അല്ലേ? 120 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മളൊരു ക്ലോക്കിൻ്റെ ഫേസിലാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എത്ര ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ഉണ്ടാകും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലോക്ക് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ക്ലോക്ക് ഒരു സർക്കുലർ ക്ലോക്കാണേ. അപ്പോൾ അതിൻ്റെ സെൻട്രൽ ആംഗിൾസ് എത്ര വന്നേ പറ്റത്തുള്ളൂ? 120 ഡിഗ്രി വന്നേ പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ ഇവിടെ 60 ആണെന്നുണ്ടെങ്കിൽ ഇത് 120 ഡിഗ്രി. അടുത്ത് ഇവിടെ ഇതും 120 ഡിഗ്രി ആയിരിക്കും, ഇതും 120 ഡിഗ്രി ആയിരിക്കും ആണല്ലോ. അപ്പം നമ്മൾ നോക്കുക, 120 ഡിഗ്രി സെൻട്രൽ ആംഗിൾസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊക്കെ നമ്പേഴ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കുമാണ് 120 ഡിഗ്രി സെൻട്രൽ ആംഗിളായിട്ട് വരുന്നത് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം 12 നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാമല്ലോ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് എത്രയാ? 30 ഡിഗ്രി ആണെന്നുള്ളത് ടീച്ചർ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് എത്ര ആംഗിളാണ്? 30 ഡിഗ്രി ആണല്ലോ. അപ്പോൾ 12 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണേ. അപ്പോൾ ഇവിടെ ഒരു 30 ആയി. 30 + 30 60, 60 + 30 90, ഇവിടെ 90. അടുത്ത് 90 + 30 120. അപ്പോൾ 12 4 4ൻ്റെ ഇടയിലുള്ള മേക്ക് ചെയ്ത ആ ഒരു സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാ? സെൻട്രൽ ആംഗിൾ എത്രയാ? 120 ഡിഗ്രി ആണ്. 120 ഡിഗ്രി ആണല്ലോ. അടുത്ത 120 നമുക്ക് നോക്കാം. 4 അടുത്ത 120 എന്ന് പറയുമ്പോഴത്തേക്കും എത്ര ഡിവിഷൻസ് വേണം? 4 ഡിവിഷൻ അല്ലേ? അപ്പോൾ 1, 2, 3, 4. അപ്പോൾ എത്രയായി? അപ്പോൾ 8. അപ്പോൾ 8ഉം 4ഉം അപ്പോൾ ഇത് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും? ഇതും 120 ഡിഗ്രി ആയിരിക്കും. അടുത്ത് വീണ്ടും ഒരു 4 ഡിവിഷൻസ് ആണ്. ഇവിടെ ഒരു ഡിവിഷൻ, 2, 3, 4. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ 12 4 8 ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. 12 4ഉം 8ഉം തമ്മിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താ കിട്ടുക? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും. എന്തുകൊണ്ടാണ്? 12ഉം 4ഉം ജോയിൻ ചെയ്യുമ്പോൾ സെൻട്രലിൽ കിട്ടുന്ന ആംഗിൾ 120 ഡിഗ്രി ആണ്. സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി ആയാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. 120യുടെ പകുതി ആയിരിക്കും. ഇനി നമ്മൾ 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 കഴിഞ്ഞ് 4 ഡിവിഷൻ കഴിഞ്ഞിട്ടാണ് നമുക്ക് 120 ഡിഗ്രി കിട്ടുന്നത് അല്ലേ? അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം.
ഇതാണ് നമ്മുടെ ക്ലോക്ക്. അപ്പോൾ 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണേ. 1 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 120 ഡിഗ്രി എവിടെ വെച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുക? 4 ഡിവിഷൻ കഴിഞ്ഞിട്ടല്ലേ. 2 ഇവിടെ ഒരു ഡിവിഷനായി, അടുത്ത് രണ്ടാമത്തെ ഡിവിഷനായി, മൂന്നാമത്തെ ഡിവിഷനായി, നാലാമത്തെ ഡിവിഷൻ. അപ്പോൾ 1ഉം അടുത്ത് 0.5 ആണ്. അതാണ് ടീച്ചർ ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. ഈ ട്രയാങ്കിൾ 1 കഴിഞ്ഞ് പിന്നെ അടുത്ത് 5. അടുത്ത 120 ഡിഗ്രി വരണം എന്നുണ്ടെങ്കിൽ അടുത്ത് ഇതുപോലെ 4 ഡിവിഷൻസ് വരണം. 1 2 3 4. 4 എന്ന് പറയുമ്പോൾ എവിടെയാ? ഇവിടെ 9. അപ്പോൾ ഏതൊക്കെ പോയിന്റ്സ് കിട്ടി? 9 1 and 5. ഓക്കെ, 9 1 and 5. ഇതാണ് അടുത്ത ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ 2 സ്റ്റാർട്ട് ചെയ്തു. 2 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും 120 ഡിഗ്രി കിട്ടാൻ, സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി കിട്ടാൻ വീണ്ടും 4 ഡിവിഷൻസ് നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഡിവിഷൻ, ഇത് രണ്ടാമത്തത്, ഇത് മൂന്നാമത്തത്, ഇത് നാലാമത്തത്. 4 ഡിവിഷൻ വന്നാലേ സെൻട്രൽ ആംഗിൾ എത്ര ആവത്തുള്ളൂ? 120 ഡിഗ്രി ആവത്തുള്ളൂ. സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി ആയാൽ മാത്രമേ ട്രയാങ്കിളിൻ്റെ ആംഗിൾ എന്താവത്തുള്ളൂ? 60 ഡിഗ്രി ആവത്തുള്ളൂ. അപ്പോൾ ഇത് കിട്ടിയല്ലോ. അപ്പോൾ 2 കഴിഞ്ഞ് പിന്നെ 6 ആണ് നമുക്ക് കിട്ടിയത്. പിന്നെ 6 കഴിഞ്ഞിട്ട് 1 2 3 4. പിന്നെ വന്നത് എവിടെയാ? 10ലാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടേക്ക് കിട്ടി? ഏതൊക്കെ പോയിന്റ്സ് കിട്ടി? 10 2 6. അപ്പോൾ ആ പിക്ചർ ഒന്ന് കാണിച്ചു തരാം. 10 2 6. ഓക്കെ, അടുത്തേക്കുള്ള ട്രയാങ്കിൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി ലാസ്റ്റ് വൺ നമുക്ക് നോക്കാം. അടുത്ത് നമ്മൾ വീണ്ടും അടുത്ത് നമ്മൾ 3 സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ 3 സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും 120 ഡിഗ്രി കവർ ചെയ്യാൻ 4 ഡിവിഷൻസ് നമുക്ക് വേണം. 1 2 3 4. ഓക്കെ, 3 കഴിഞ്ഞാൽ പിന്നെ 7 അല്ലേ. പിന്നെ 1 2 3 4. എവിടെ എത്തി? 11. അപ്പോൾ 3 7 11. അതാണ് അടുത്തത്. 3 7 11. ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിലോ, ഇത് കഴിഞ്ഞിട്ട് 4 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത് തന്നെ അല്ലേ കിട്ടത്തുള്ളൂ. 4 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 1 2 3 4. ഇവിടെ 4 കഴിഞ്ഞാൽ പിന്നെ 8 കഴിഞ്ഞാൽ പിന്നെ 1 2 3 4. ഇവിടെ വീണ്ടും നമ്മൾ ആദ്യം ചെയ്തെടുത്ത് തന്നെ പിന്നെ വരും. അപ്പോൾ വീണ്ടും ഇത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ടോട്ടലി എത്ര ഇക്വലാറ്ററൽ ട്രയാങ്കിൾസാണ് വരയ്ക്കാൻ പറ്റുക? 4 ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് ആണ് വരയ്ക്കാൻ പറ്റുക കേട്ടോ. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെച്ചോ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡ്രോ ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് സർക്കം റേഡിയസ് 3.5 സെൻറ്റിമീറ്റർ. സർക്കം റേഡിയസ് 3.5 സെൻറ്റിമീറ്റർ വരുന്ന ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. പരിവൃത്ത ആരം 3.5 സെൻറ്റിമീറ്റർ ആയ ഒരു സമഭുജ ത്രികോണം വരയ്ക്കുക. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് വരയ്ക്കാം? എന്താണ് ഈ സർക്കം റേഡിയസ്? സർക്കം റേഡിയസ് എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ഇപ്പോൾ സർക്കിളിൻ്റെ സെൻറ്റർ സപ്പോസ് ഇതെന്ന് വിചാരിക്കുന്നെങ്കിൽ, അപ്പോൾ ഈ സർക്കിളിനുള്ളിലാണ് ഒരു ട്രയാങ്കിൾ കിടക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഡിയസ് ഉണ്ടല്ലോ, സർക്കിളിൻ്റെ റേഡിയസ് തന്നെയാണ്, പക്ഷേ ആ സർക്കിളിനുള്ളിൽ എന്ത് കാണും? ഒരു ത്രികോണം കാണും. സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സർക്കം റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ലെങ്തിനെയാണ് സർക്കം റേഡിയസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്ന സർക്കം റേഡിയസ് 3.5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 3.5 സെൻറ്റിമീറ്റർ സർക്കം റേഡിയസ് ആയിട്ടുള്ള ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഡ്രോ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3.5 സെൻറ്റിമീറ്റർ റേഡിയസ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സർക്കിൾ വരയ്ക്കണം. ഒരു സർക്കിൾ വരയ്ക്കണം. എന്നിട്ട് അതിനകത്ത് വേണം നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് കേട്ടോ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാൻ. എങ്ങനെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാം? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ ഓരോ ആംഗിളും 60 ഡിഗ്രി വീതമാണെന്ന് നമുക്കറിയാം. 60 ഡിഗ്രി ആണല്ലോ. ഇതും 60 ഡിഗ്രി. അപ്പോൾ ഇത് 60 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് സെൻട്രൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 60ൻ്റെ ഡബിൾ ആയിരിക്കും. എത്രയായിരിക്കും? ഇങ്ങനെ സെൻട്രൽ ആംഗിൾ നമ്മളിങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ
അതിൻ്റെ ഡബിളായിട്ടുള്ള 120 ഡിഗ്രി. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ 120 ഡിഗ്രി, ഇത് 60 ആണെങ്കിൽ ഈ ആംഗിളും 120 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ സെൻട്രൽ ആംഗിൾസ് 120 വരുന്ന രീതിയിൽ നമ്മൾ പോയിൻറ്റ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ട്രയാങ്കിളിൻ്റെ വെർട്ടെക്സ് കിട്ടും. അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് വരയ്ക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത് നമുക്ക് വരയ്ക്കാം. ഓക്കെ, നമുക്ക് വരയ്ക്കാൻ എന്തൊക്കെ വേണം? ഒന്ന്, നമുക്ക് സ്കെയിൽ ആവശ്യമുണ്ട്, പിന്നെ കോമ്പസ് വേണം സർക്കിൾ വരയ്ക്കാൻ, പിന്നെ നമുക്ക് വേണ്ടത് പ്രൊട്രാക്ടർ. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണേ. നമ്മുടെ സർക്കം റേഡിയസ് എത്രയാണ് പറഞ്ഞേക്കുന്നത്? 3.5 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ സർക്കം റേഡിയസ്. എത്രയാണ്? 3.5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? സർക്കം റേഡിയസ് 3.5 സെൻറ്റിമീറ്ററിലുള്ള ഒരു സർക്കിൾ വരയ്ക്കാൻ പോവുകയാണേ. ഓക്കെ, നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണമെന്നറിയോ? ഒരു സർക്കിൾ വരയ്ക്കുക. 3.5 സെൻറ്റിമീറ്റർ സ്കെയിലിൽ കോമ്പസിൽ വെച്ച് എടുത്തിട്ട് നിങ്ങളൊരു സർക്കിൾ വരയ്ക്കുക. അപ്പോൾ ചെറിയൊരു സർക്കിളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ടീച്ചർ ഒരു വലിയൊരു സർക്കിളാണ് വരച്ചേക്കുന്നത്. നിങ്ങൾ 3.5 സെൻറ്റിമീറ്റർ കറക്റ്റായിട്ട് എടുത്ത് തന്നെ ഒരു സർക്കിൾ വരയ്ക്കണം. ഇനി നമുക്ക് വേണ്ടത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. എൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയാണെന്ന് നമുക്കറിയാം. എത്രയാണ്? 120 ഡിഗ്രി ആണല്ലേ. അപ്പോൾ ടീച്ചർ ചെയ്യാൻ പോകുന്നത്, ഇവിടെ എവിടെയെങ്കിലും ഒരു പോയിൻറ്റ് ജസ്റ്റ് സ്കെയിൽ നിങ്ങൾ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? നമുക്ക് 120 ഡിഗ്രി മാർക്ക് ചെയ്യണ്ടേ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പോയിൻ്റ് എടുത്തേ. എന്നിട്ട് ഇങ്ങനെ വരച്ചു. എവിടെ നിങ്ങൾക്ക് ഇവിടെ തന്നെ വരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് എവിടെയാണോ വരയ്ക്കാൻ താല്പര്യം അവിടെ വരയ്ക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു പോയിന്റിൽ നിന്ന് ഒരു 120 ഡിഗ്രി പ്രൊട്രാക്ടറിൽ എടുക്കുക. അപ്പം ഞാനിത് ഈ പ്രൊട്രാക്ടർ കൊണ്ടുവന്ന് ഇവിടെ വെച്ചു. നമുക്കൊന്ന് വലുതാക്കാം, ഇതിന് കാണാൻ പറ്റുമല്ലോ. അന്നേരം നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് 120 ഡിഗ്രി എടുക്കുക. അപ്പോൾ ഈ 120 ഡിഗ്രി നമ്മൾ ഇവിടെ കിടപ്പുണ്ട്. 120 ഡിഗ്രി ഇവിടെ കണ്ടു. 10, 20, 30, 40 എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ഇവിടെ 120 ഡിഗ്രി ഇവിടെ ജസ്റ്റ് ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തേ, നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇവനങ്ങ് മാറ്റാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു പോയിൻ്റ് നമ്മുടെ സെൻറ്ററുമായിട്ട് എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കാം. ഇതങ്ങ് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എത്ര ആംഗിൾ ഇവിടെ കിട്ടിയത്? ഇവിടെ കിട്ടിയ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണേ. ഇത് 120 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഒരു വെർട്ടെക്സ് ഇതാണ്. അടുത്ത വെർട്ടെക്സ് ഇതേ കിടപ്പുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഒരു വെർട്ടെക്സും കൂടി കിട്ടിക്കഴിഞ്ഞാൽ കാര്യം കഴിയും. ഇനി നോക്കാം. അത് നമ്മൾ വീണ്ടും ഒരു 120 ഡിഗ്രി പ്രൊട്രാക്ടറിൽ എടുക്കണം. അപ്പോൾ 120 ഡിഗ്രി എടുക്കാൻ പോവാണ്. നോക്കിക്കേ, ഇവിടെ കൊണ്ടങ്ങ് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് 120 ഡിഗ്രി എടുക്കുക. എങ്ങനെ 120 ഡിഗ്രി എടുക്കാം? പ്രൊട്രാക്ടർ ഇതുപോലെ നിങ്ങൾ പ്ലേസ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യാം. 10, 20, 30, 40, 50, 60 ഇവിടെയാണ് 120 വന്നേക്കുന്നത്. അപ്പോൾ അവിടെ ഞാനൊരു മാർക്ക് ഇട്ട് കൊടുത്തു. ഇവിടെ ഒരു മാർക്ക് ഇട്ട് കൊടുത്തു. കണ്ടല്ലോ. ഇനി നിങ്ങൾ പ്രൊട്രാക്ടർ അങ്ങ് മാറ്റി വെക്കുക. പ്രൊട്രാക്ടർ അങ്ങ് മാറ്റുക. ദെൻ സ്കെയിൽ എടുക്കുക. ആ രണ്ട് പോയിൻറ്റ്സ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ജോയിൻ ചെയ്ത് വരയ്ക്കുക കേട്ടോ. ഓക്കെ, ഇങ്ങനെ ജോയിൻ ചെയ്ത് വരയ്ക്കാം. ഓക്കെ, നമുക്ക് ട്രയാങ്കിളിൻ്റെ 3 വെർട്ടെക്സും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ആംഗിളും എത്രയാണ്? 120 ഡിഗ്രി. ഇതും 120 ഡിഗ്രിയാണ്, ഇതും 120 ഡിഗ്രിയാണ്. സർക്കം റേഡിയസ് എത്രയാണ്? ഇത്രയും. ഈ ഒരു സർക്കം റേഡിയസ് എന്ന് പറയുന്നത് 3.5 സെൻറ്റിമീറ്റർ. ഞാൻ പറഞ്ഞല്ലോ 3.5 സെൻറ്റിമീറ്റർ നിങ്ങൾ
കോമ്പസിലെടുത്ത് വേണം സർക്കിൾ വരയ്ക്കാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമുക്കിനി ഈ വെർട്ടെക്സ് എല്ലാം കൂടെ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്ത് നമുക്ക് ട്രയാങ്കിൾ വരച്ചെടുക്കാം. ഓക്കെ, എളുപ്പമാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും. ഇതൊരു സൈഡായി. ഇനി അടുത്തത് ഈ ഒരു ബോർഡിൽ വരയ്ക്കാനാണ് കേട്ടോ ഇത്രയും പാട്. നിങ്ങൾക്ക് കൈകൊണ്ടാണെങ്കിൽ വളരെ പെട്ടെന്ന് വരച്ചെടുക്കാൻ പറ്റും. ടീച്ചർ പിന്നെ പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ വരയ്ക്കുക. നെക്സ്റ്റ് ഈ സൈഡ് വരയ്ക്കാം. കിട്ടി. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ കേട്ടോ. ഓക്കെ, ഇത് എ ബി സി എന്ന് പേര് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനിപ്പോൾ ABC എന്ന് പറയും പേര് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിളാണ്. സർക്കം റേഡിയസ് 3.5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളാണ് വരച്ച് വെച്ചേക്കുന്നത്. സെൻട്രൽ ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രിയാണ്. മനസ്സിലായല്ലോ എങ്ങനെ വരയ്ക്കേണ്ടതെന്നുള്ളത്? ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ ട്യൂഷന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇനിയും വൈകിട്ടില്ല, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതിയാകും. സോ മറ്റൊരു ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.